ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. കാരണം ഞാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒക്കെ റെഡിയായി. പിന്നെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു 3-4 ദിവസത്തേക്ക് ഒരു കുട്ടി ട്രിപ്പ് പോകുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു പാക്കിംഗ് വീഡിയോ മുതൽ ഇതൊരു വ്ളോഗായിട്ട് ഇങ്ങനെ ഇടാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുട്ടി മിനി വ്ളോഗാണ്. പാക്കിങ്ങിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പാക്കിങ് അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് കാണുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഇതാണിപ്പോൾ കട്ടിലിൻ്റെ അവസ്ഥ. കുറേയൊക്കെ ഞാൻ അതാ മടക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പെട്ടിയിലേക്ക് കയറ്റണം. പിന്നെ ഇനി മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. പിന്നെ നാളെ മോർണിംഗാണ് പോണത്. അപ്പോൾ മോർണിംഗത്തെ ടച്ചപ്പ് കഴിഞ്ഞിട്ട് മേക്കപ്പ് സാധനങ്ങൾ കൂടുതൽ എടുത്തേക്കാന്നാണ്. പിന്നെ നിങ്ങൾ ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാരസെറ്റമോള്, അതുപോലെ തന്നെ ഇങ്ങനത്തെ പോർട്ടബിളായിട്ടുള്ള റോൾ ഓൺസ്, പിന്നെ വൊമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ്സ്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ടാബ്ലറ്റ്സ് എപ്പോഴും കരുതുന്നത് നല്ലതാവും കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് നമുക്ക് പറ്റാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഫുഡ് പോയ്സൺ അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പോൾ നമുക്കെന്നാ ഇതൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കാം. ഓക്കെ. ഹലോ ഗൈസ്, എന്നാൽ നമുക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡ്രസ്സ് ഓരോന്നിട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ ഈ 4-5 ദിവസത്തിന് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ മാക്സിമം ഡ്രസ്സ് കുറയ്ക്കാൻ നോക്കുക. പക്ഷെ നമ്മൾ പെൺകുട്ടികളായിട്ട് എന്തായാലും ഡ്രസ്സ് കൂടും, അതെന്തായാലും ഉറപ്പാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഡ്രസ്സ് കുറച്ച് കൊണ്ടുപോകാമെന്ന്. എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ അതും കയറ്റാലോ. അല്ലെങ്കിൽ പിന്നെ ലഗേജ് കൂടുതലായാൽ നമ്മൾ തന്നെ ലാസ്റ്റ് പെട്ടി ചുമക്കേണ്ടി വരും ഗൈസ്. ആരും ഉണ്ടാവില്ല പെട്ടി ചുമക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പെൺകുട്ടികളായതുകൊണ്ട് എന്തായാലും ട്രിപ്പ് പോയ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നമ്മുടെ കൈ തിരിക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോകാനും കുറച്ച് ഡ്രസ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും നമ്മൾ പെട്ടിയിൽ എപ്പോഴും സ്ഥലം വെക്കണം. അതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളും അങ്ങനെ തന്നെയാവും. പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനുള്ളത് ഒരു സെക്ഷനായിട്ടും, അതുപോലെ തന്നെ അവിടെ റൂമിലിടാൻ ഞാൻ 2 ജോഡി എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ അവിടെ സ്ഥലമൊക്കെ കണ്ട് പിന്നെ നൈറ്റൊക്കെ അല്ലേ റൂമിൽ വരിക. അപ്പം നൈറ്റ് റൂമിലധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. സോ ഞാൻ 2 ജോഡി വെക്കുന്നുള്ളൂ. അത് മാറിയിടാന്ന് വിചാരിക്കുന്നു. കുറേ എണ്ണം വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇനി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും കൂടെ സെറ്റാക്കി വെക്കണം. എങ്ങനെ വന്നാലും ഇതിൻ്റെ ഡ്രസ്സാവും കൂടുതൽ. അതെന്താന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്കെന്നാ ഇനി ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും കൂടെ ഒക്കെ സെറ്റാക്കി വെക്കാം. മൂപ്പരുടെ ഡ്രസ്സും ഞാൻ തന്നെയാണ് എല്ലാം എടുത്ത് വെക്കുന്നത്. അവന്ന് വർക്കിലാണെന്ന്, വർക്കിംഗ് ഡേ അല്ലേ, സോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പെട്ടി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ സഫാരിയുടെ പെട്ടിയില്ലേ, അതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാങ്ങിക്കോളൂ. ഇത് ഞങ്ങൾക്ക് എന്തോ ഒരു ഓഫറിന് കിട്ടിയതാണ്. എത്രയായിരുന്നു? 3 ഇങ്ങനത്തെ ട്രോളികൾ. ഇതിപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് 4-5 ദിവസത്തിനായത് കാരണം മീഡിയം സൈസ് പെട്ടി എടുത്തത്. കാരണം 2 ലഗേജ് അതിൽ വെക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു ബിഗ് സൈസും ഉണ്ട്, പിന്നെ ഒരു സ്മോൾ സൈസും ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൂടുതലുള്ള ട്രിപ്പൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മീഡിയം ആ സ്മോൾ ആയിട്ടുള്ള പെട്ടി കൊടുക്കാം. പിന്നെ കുറേ ദിവസത്തേക്ക് ആണെങ്കിൽ നമുക്ക് ആ മീഡിയം വലിയ ട്രോളിയും അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാം, മാറിയിട്ടൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഞങ്ങളൊരു 3-4 ദിവസത്തേക്ക് ആയത് കാരണം 2 കൂടി ഇതിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിൽ സെറ്റാക്കി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ കഴിച്ചു.
അപ്പോൾ ഈ ഭാഗത്തെ പാക്കിങ് കഴിഞ്ഞു. പിന്നെ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും. പിന്നെ ഓവറായിട്ട് എല്ലാം വലിച്ചു വരിയിട്ടൊന്നും കൊണ്ടുപോകണില്ല. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഐറ്റംസ് ഞാൻ ഈ ഒരു ബാഗിലാക്കിയിട്ട് ട്രോളിയിൽ വെക്കാച്ചിട്ട്. കാരണം എന്താ, നമുക്ക് ഓരോന്ന് എടുക്കണേക്കാളും ഈ ബാഗ് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ കണ്ട് സെറ്റാക്കി ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നാളെ രാവിലെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾക്കൊരു 12:30 ആ സമയത്താണ് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് എടുത്തേക്കാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് മെഡിസിൻസ് എന്തായാലും കയ്യിൽ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് എന്താ വേറെ സ്ഥലത്തേക്ക് പോകില്ല, ചിലപ്പോൾ ഫുഡ് അങ്ങനെ എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരണ്ട വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു പാരസെറ്റമോളും അതുപോലെ തന്നെ വൊമിറ്റിങ്ങിൻ്റെ ഒരു ടാബ്ലറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ പോർട്ടബിൾ ആയിട്ടുള്ള റോളോണ് ഹെഡ് ഏക്കിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 3 മെഡിസിൻസ് എന്തായാലും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ പൗച്ചിൻ്റെ ചെറിയ സിബിലിടാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ പെർഫ്യൂംസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഏത് പെർഫ്യൂം കൊണ്ടുപോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. നല്ല എപ്പോഴും ചെറുത് കൊണ്ടുപോകണം നല്ലത്, ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും പോർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അത് രണ്ടും ഓൾറെഡി സെറ്റാക്കി വെച്ചു. ബാക്കി മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ നാളെ മോർണിംഗ് ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ശേഷം എടുത്ത് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതല്ലേ നല്ലത്. പിന്നെ ഈ പെട്ടി തുറന്ന് പിന്നെ എടുക്കണ്ടല്ലോ. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു പോർഷനിൽ നമ്മുടെ ഇന്നേഴ്സ് അങ്ങനത്തെ സാധന സാമഗ്രികൾ വെക്കാം ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 2 ഭാഗത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് നമ്മൾ ഇട്ടിട്ട് വേണം പോകാൻ. എന്നാൽ പിന്നെ ഒറ്റ ലഗേജിൽ എല്ലാം കൂടെ വെക്കാമല്ലോ. അപ്പോൾ ഇന്നേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വെക്കാമെന്നാണ് വിചാരിക്കുക. ഈ ബ്രഷും സാനിറ്ററി നാപ്കിൻസൊക്കെ നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോഴാവും പീരീഡ്സ് അപ്പം അങ്ങോട്ടാവുക. അപ്പം നമ്മുടെ മൂഡ് അങ്ങോട്ട് പോകും. അപ്പോൾ ഏതായാലും ഇതും കൂടെ നമുക്ക് എടുക്കാം. ഒന്നിൻ്റെ ഒരു കുറവ് വേണ്ട. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെക്കാം. വിശാഖിൻ്റെ വെക്കാനുണ്ട്. തിരഞ്ഞ് നോക്കിയിട്ട് വേണം നമുക്ക് സെറ്റാക്കി വെക്കാൻ. നമ്മളുടെ എല്ലാം സെറ്റാക്കി ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. പിന്നെ ഗൈസ്, എൻ്റെ അടുത്ത് പുതിയൊരു ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ കാർമേഴ്സിയുടെ സെൻസിറ്റീവ് സാനിറ്ററി പാഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. ബാക്കിയുള്ള പാഡ്സ് ഒന്നും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സെറ്റ് ആവുന്നില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു എത്ര മാസമായി, ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പീരീഡ്സ് സമയത്ത് പാഡ്സ് യൂസ് ചെയ്യുന്ന വല്ല റാഷസ് ഓൾച്ചിനെസ്സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാർമേഴ്സിയുടെ സെൻസിറ്റീവ് സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് നല്ലതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെക്കാം. പിന്നെ ബ്രഷ് അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ ടവലും കാര്യങ്ങളൊക്കെ ഞാൻ മോർണിംഗ് എടുത്തേക്കാന്ന് വിചാരിക്കണേ. ഇനി ടവല് അങ്ങനെ കുറച്ച് തിങ്സാണ് എടുത്തേക്കുള്ളത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ്. പിന്നെ ഞാൻ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യൂ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നിങ്ങളുടെ ഗസ് കറക്റ്റ് ആവുമോ എന്ന് നോക്കട്ടെ. പിന്നെ കണ്ട ബെഡ് നേരത്തെ കണ്ടില്ലേ, നിങ്ങൾ ആകെ വലിച്ചു വരിട്ടിരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒരുവിധം ക്ലീനായി, എല്ലാം ഏകദേശം അടുക്കി ഒതുക്കി വെച്ചു. പിന്നെ ഗൈസ്, മെയിനായിട്ടുള്ള ഒരു സാധനം മറന്നുപോയി. നമ്മൾ ട്രിപ്പിന് എങ്ങിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഷെയ്ഡ്സ് എടുക്കാൻ മറക്കരുത്. അപ്പോൾ പോകുന്ന സ്ഥലത്ത് ചെറുതായിട്ട് വെയിലുണ്ട്, സോ ഷെയ്ഡ്സ് എപ്പോഴും നല്ലതാണ്. സോ അതും കൂടെ നമ്മൾക്ക് ഈ പെട്ടിയിലോട്ട് വെക്കാട്ടോ. ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മറന്നുപോയി. അപ്പോൾ നമ്മൾക്ക് ട്രിപ്സിൻ്റെ വ്ളോഗായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.